നിസാം ബഷീറിൻ്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് പാർവതിയും പ്രധാന വേഷത്തിൽ വന്ന് ഇന്ന് തിയേറ്റർ റിലീസായ സിനിമ. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ നോബഡി എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ട് വന്നതല്ല, എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ അവിടെ പറയാൻ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഐ നോബഡി പൃഥ്വിരാജ്, സുകുമാരൻ, പാർവതി, തിരുവോത്ത് രണ്ടിക്കുന്ന ഒരു സിനിമയാണ്. ആൻഡ് അതുപോലെ തന്നെ പടത്തിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് നിസാം ബഷീർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ റൊഷാക്കിൻ്റെ ഡയറക്ടറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം റൊഷാക്ക് എന്ന സിനിമയ്ക്ക് ശേഷം ചെയ്യുന്ന ഒരു സിനിമയും കൂടെ ഐ നോബഡി എന്ന സിനിമ. സോ ഇൻട്രസ്റ്റഡ് ആയിരുന്നു ഈ പടം കാണാനായിട്ട്. പക്ഷേ വളരെ ഹൈപ്പ് ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തില്ല. തിയേറ്ററിലും വലിയൊരു തിരക്കൊന്നും തിയേറ്ററിലും ഇല്ലായിരുന്നു. അങ്ങനെ വളരെ എന്താ പറയുക, ഭയങ്കര കാഷ്വലായിട്ട് ഞാൻ തിയേറ്ററിൽ ഇന്ന് പോയി കണ്ട ഒരു സിനിമയായിരുന്നു ഐ നോബഡി എന്നുള്ളത്. ഒരു വണ്ടർഫുൾ തിയേറ്റർ എക്സ്പീരിയൻസ് തരാൻ സിനിമയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് പെർഫോമൻസ് വൈസൊക്കെ എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പടത്തിൻ്റെ അകത്ത് ഒരു ഫ്രഷ് ആയിട്ടുള്ള സബ്ജക്റ്റ് പടം കൈവച്ചിട്ടുണ്ടായിരുന്നു. വളരെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ കുറച്ച് ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സിനിമയ്ക്ക് അത് വെച്ചതുപോലെ പേഴ്സണലി തോന്നിയെങ്കിലും അതൊരിക്കലും ഒരു എന്താ പറയുക, ആസ്വാദനത്തിന് അത്ര ബാധിച്ചതായി ഫീൽ ചെയ്യുന്നില്ല. എസ്പെഷ്യലി സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഒക്കെ ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. പൃഥ്വിരാജിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇത് പറഞ്ഞിട്ടുണ്ട്, സിനിമയ്ക്ക് ആ ഒരു ഫസ്റ്റ് ഷോട്ട് കാണുമ്പോൾ തന്നെ നമ്മൾ ആ സിനിമയ്ക്ക് അത് ഇന്നാണെന്നുള്ളത്. അത് പക്കയായിട്ട് പടത്തിനത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഫസ്റ്റ് ഷോട്ട് കാണുമ്പോൾ തന്നെ നമ്മൾ സിനിമയ്ക്ക് അത് ഇന്നാണ്. ആ ഒരു എന്താ പറയുക, ആ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ആ ഇൻ്റർവൽ പോർഷൻ വരെയും അത്രയും എന്താ പറയുക ബ്രില്യൻ്റ് ആയിട്ടൊരു അവർക്ക് ഹോൾഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് പെർഫോമൻസ് വൈസ് നേരത്തെ എല്ലാവരും അപാര പെർഫോമൻസാണ്. 2 കുട്ടികൾ വരുന്നുണ്ട്, അവരുടെ പെർഫോമൻസ് എടുത്തു തന്നെ പറയണം. പടത്തിൻ്റെ ടെക്നിക്കൽ സൈഡും വളരെ നന്നായിട്ടുണ്ട്. പടം തിരുവനന്തപുരത്താണ് കൂടുതലും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ട്രിവാൻഡ്രം നമുക്ക് ഫോട്ടോയിൽ കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് ഞാൻ പറയുന്നത് ഒരു പുതിയൊരു സബ്ജക്റ്റ് പടത്തിൻ്റെ അകത്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് യെസ്, ഒരു വെൽ മെയ്ഡ് ഫിലിമായിട്ട് എനിക്ക് തോന്നി. ഒരു എബവ് ആവറേജ് നിൽക്കുന്ന ഒരു ഫിലിമായിട്ട് തോന്നി. അഫ്കോഴ്സ് തിയേറ്ററിൽ പോയി എന്താ പറയുക, തിയേറ്റർ എക്സ്പീരിയൻസിനുള്ള സാധനം സിനിമയ്ക്കകത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് നോക്കുകയാണെങ്കിൽ ആ ഒരു ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് കയറാനായിട്ട് എന്തൊക്കെയോ സിനിമയ്ക്കകത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കയറാൻ നമുക്ക് അത്രയൊന്നും കിട്ടിയില്ലെങ്കിലും ഇറ്റ്സ് വാസ് ഓക്കെ. ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടൊരു ക്ലൈമാക്സ് സിനിമയ്ക്കകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് കുറച്ച് പൊളിറ്റിക്കൽ കാര്യങ്ങൾ കുറച്ച് ഫോഴ്സ്ഡ് ആണെന്ന് എനിക്ക് തോന്നി. പക്ഷേ എന്താ പറയുക, മൊത്തത്തിൽ നോക്കാൻ നേരത്ത് ഓക്കെ, അത് ഒരു സെൻസ് ഉണ്ടാക്കാം. എനിക്ക് തോന്നുന്നു എഴുതി വന്നപ്പോൾ ഒരു ക്ലൈമാക്സ് പോർഷനിൽ എത്താൻ നേരത്ത് അത് എവിടെ കൊണ്ട് എത്തിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒരു പക്ഷേ എഴുത്തുകാരന് ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. ക്ലിയറായിട്ട് എനിക്ക് അറിയത്തില്ല. എനിക്ക് അങ്ങനെ ഒരു ഇതാണ് ക്ലൈമാക്സ് പോർഷനിൽ എത്തിയപ്പോൾ തോന്നിയത്. പക്ഷേ കിട്ടിയ എന്തായാലും ഒരു സാറ്റിസ്ഫൈഡ് ഒരു ക്ലൈമാക്സും ആയിരുന്നു. സോ നിങ്ങൾ എത്ര പേര് സിനിമ കണ്ടു എന്നുള്ള കാര്യം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് പ്രതീക്ഷിക്കുന്നു. പടത്തിൻ്റെ മ്യൂസിക്കും എടുത്ത് തന്നെ പറയണം. വളരെ നന്നായിട്ടുള്ള മ്യൂസിക് ജേക്ക് ബിജോസ് ജോയിൻ ചെയ്തെങ്കിൽ അതും വളരെ നന്നായിട്ടുണ്ട്. ഹിന്ദി പാട്ടൊക്കെ വരുന്നുണ്ട്, ഹിന്ദി മ്യൂസിക്കൊക്കെ പടത്തിൻ്റെ അത് വരുന്നുണ്ട്. വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പെർഫോമൻസ് എല്ലാവരും അടിച്ച് തിമിർത്തുതന്നെ പറയണം. അപാരമായിട്ടുള്ള കുറച്ച് പെർഫോമൻസ് സിനിമയ്ക്കകത്ത് കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് യെസ്, എൻ്റെ അഭിപ്രായം, എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ദിവസം പറ്റി കാണാം. അതുവരേക്കും ബൈ.